ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുടംപുളി അച്ചാർ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് കുടംപുളി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് ഇങ്ങനെ അമർത്തി കൊടുത്ത് അത് പൊട്ടി വരും കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ കുരുവൊക്കെ എടുത്ത് മാറ്റി നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിലും കുരുവൊക്കെ എടുത്ത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കണത്. അപ്പം അങ്ങനെ ഞാൻ പുളിയെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അത് നല്ലപോലെ തന്നെ നല്ല കട്ടിക്ക് ചൂടായി വന്നാൽ മതി, തിളക്കണ്ട കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പുളി അതിലിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ആ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മളുടെ എള്ളെണ്ണ ഇല്ലേ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലപോലെ തന്നെ പൊട്ടി വന്നപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 10 പച്ചമുളക് നീളത്തിൽ കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കുന്നുണ്ട്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ചതച്ചിട്ടാൽ നല്ലൊരു മണമാണ് കേട്ടോ നമ്മളുടെ അച്ചാറിന്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീ കുറച്ച് വെക്കാൻ പറഞ്ഞത് നമ്മുടെ പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിലേക്ക് 1 ഗ്ലാസ് സോർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ തീ. ഇനി നമ്മളുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമ്മളുടെ സോർക്കയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വാണ്ടുപോകാൻ വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കായം പൊടിയില്ലേ, അതും 1 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ നല്ല പാകത്തിന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുടംപുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രം നല്ലപോലെ തന്നെ കഴുകി അതിൽ വെള്ളമൊക്കെ ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അച്ചാർ ഇടുന്ന പാത്രത്തിൽ ഒട്ടും ഈർപ്പം പോലും ഉണ്ടാവരുത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുടംപുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുടംപുളിയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ, എല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.